शलाकया गुरोन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताक स्वामिनिति नामिने। नमः आचार्यपादाय निताय कृपा प्रदायिने गौरकथा धामदाय नगर ग्रामतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. സോറി ഇത്തിരി ലേറ്റായി ജോയിൻ ചെയ്യാനായിട്ട്. ഇന്നലത്തെ ക്ലാസ്, സോ ഇതുവരെ നമ്മുടെ ഈ ചർച്ചയിൽ പഞ്ചതത്വനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പഞ്ചതത്വയിൽ ഏതൊക്കെ ആചാര്യന്മാരെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ? श्री चैतन्य महाप्रभु. हाँ पर प्रभु. श्री चैतन्य महाप्रभु, चैतन्य महाप्रभु, श्री नित्यानंद प्रभु, श्री अद्वैत. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇവരുടെ ലീലകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേത് ആചാര്യന്മാരാണ്? ചൈതന്യ മഹാപ്രഭു, അത് കഴിഞ്ഞിട്ട് ശ്രീവാസാദി ഠാക്കൂർ, ഗദാധര പണ്ഡിറ്റ്, ഇത്രയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അദ്വൈതാചാര്യ ആരുടെ അവതാരമാണ്? നമ്മുടെ മഹാവിഷ്ണുവിന്റെയും അതുപോലെ തന്നെ സദാശിവന്റെ. ശ്രീ ഗദാധർ പണ്ഡിറ്റ്, അദ്ദേഹം ശ്രീമതി രാധാറാണി. ഓക്കെ. ഈ ഗദാധർ പണ്ഡിറ്റിനെ പോലെ തന്നെ ഗദാധർ പണ്ഡിറ്റ് ഇവർ പഞ്ചതത്വ എന്ന് പറയുമ്പോ അത് ഏത് 5 തത്വ? പഞ്ച എന്ന 5. സോ ഏത് 5 തത്വങ്ങളുണ്ട്? അത് എന്താന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ആണ് ഭഗവത് തത്വ, സ്വയം ഭഗവാൻ. പിന്നെ ശ്രീ നിത്യാനന്ദ പ്രഭു, അദ്ദേഹമാണ് ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ, അതായത് അംശ എന്ന് പറയും. സോ അംശാവതാർ, സോ അത് ഒരു കാറ്റഗറിയാണ്. ഭഗവാന്, അതായത് നിത്യാനന്ദ പ്രഭു ഒക്കെ, ഭഗവാനും നിത്യാനന്ദ പ്രഭു തമ്മിൽ ഏതൊരു ഡിഫറൻസും ഇല്ല. ഡിഫറൻസ് എന്താ? അപ്പൊ പിന്നെ എന്താ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, അതായത് അവരുടെ രണ്ടുപേരും ഭഗവാൻ തന്നെയാണ്. അവരുടെ ശക്തിയിലോ അവരുടെ സ്വഭാവത്തിലോ ശക്തിയിലോ അവരുടെ ഐശ്വര്യങ്ങളിലോ ഏതൊരു വ്യത്യാസമോ ഇല്ല. പക്ഷേ ആ ഭഗവാൻ ഒരു സേവകന്റെ ഭാവത്തിലാവുമ്പോ അത് നിത്യാനന്ദ പ്രഭു. ശ്രീ ബലരാമർ ഭഗവാൻ ഭഗവത് ഭാവത്തിൽ ഉണ്ടാവുമ്പോ ശ്രീ കൃഷ്ണർ, രാമചന്ദ്ര ഭഗവാൻ, ഗൗരംഗ മഹാപ്രഭു എല്ലാം ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് മുതൽ എക്സ്പാൻഷൻ, അദ്ദേഹത്തിന് മുതൽ അംശമാണ് ശങ്കർഷൻ പ്രഭു അല്ലെങ്കിൽ ബലറാം. അദ്ദേഹമാണ് നിത്യാനന്ദ പ്രഭു. ആൻഡ് നിത്യാനന്ദ പ്രഭു, ബലറാം, ശ്രീ ലക്ഷ്മണർ, ഇവരുടെ ഒക്കെ ഭാവമാണ് ഞാൻ ഭഗവാന്റെ സേവകനാണ്. സോ ഭഗവാന്റെ ബെസ്റ്റ് സേവകൻ, അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയും ഭഗവാനിന്. നിത്യാനന്ദ പ്രഭു ബലറാമിന് എന്ത് പറയും? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് സെർവന്റ് ഗോഡ് ഹെഡ്, അതായത് ഏറ്റവും സേവക ഭഗവാൻ ആണ് നിത്യാനന്ദ പ്രഭു. സോ അത് ആ തത്വമാണ്. ഇവരൊക്കെ ഭഗവാൻ തന്നെയാണ്,
എന്നാലും സേവകന്റെ ഭാവത്തിലാണ് നിത്യാനന്ദ പ്രഭു. അതായത് ഭഗവാന്റെ മുതൽ അംശം, അത് സെക്കൻഡ് കാറ്റഗറി. പിന്നെ തേർഡ് കാറ്റഗറിയാണ് നമ്മുടെ അദ്വൈതാചാര്യൻ. അദ്ദേഹം ഭഗവാന്റെ മറ്റേ എല്ലാ അവതാരങ്ങളെ പോലെയാണ്. മഹാവിഷ്ണു, കാരണോദക്ഷായ വിഷ്ണു, ലോർഡ് ശിവ, ബ്രഹ്മ, ഇവരൊക്കെ ഭഗവാന്റെ അതായത് ജീവാത്മാ അല്ല, അതേസമയം ഭഗവാനും അല്ല, ഇടയിൽ വരുന്ന ഭഗവാന്റെ അവതാരങ്ങൾ. അതാണ് അദ്വൈതാചാര്യ ഇൻഡിക്കേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു തത്വം. പിന്നെ നാലാമത്തെ തത്വമാണ് ഗദാധർ പണ്ഡിറ്റ്. ഇവരൊക്കെ ശക്തി തത്വമാണ്. ശക്തി എന്ന് വെച്ചാൽ ഭഗവാനുണ്ട്, ഭഗവാന്റെ അവതാരങ്ങളുണ്ട്, അതേസമയം ഭഗവാന്റെ ശക്തിയുണ്ട്. ഭഗവാന്റെ ശക്തി എന്ന് വെച്ചാൽ ഭഗവാന്റെ പൊട്ടൻസി. അപ്പോ അതിന്റെ സ്വരൂപമാണ് ഈ ശക്തി തത്വങ്ങളൊക്കെ. ശ്രീമതി രാധാറാണി, ശക്തി തത്വങ്ങൾ മോസ്റ്റ്ലി സ്ത്രീ രൂപത്തിലാണ് വരുന്നത്, സ്ത്രീലിംഗത്തിലാണ്. രാധാറാണി, പിന്നെ ഭൂശക്തി, നീലാശക്തി, ശ്രീശക്തി, സത്യഭാമ ദേവി, രുക്മിണി ദേവി, ഇവരൊക്കെ ഭഗവാന്റെ പ്രധാന ശക്തി തത്വത്തിന്റെ ഒരു രൂപം എന്ന് വെച്ചാൽ അത് ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണിയുടെ വെവ്വേറെ രൂപങ്ങളാണ് രുക്മിണി, സത്യഭാമ, ദ്വാരകയിലുള്ള റാണിമാർ, പിന്നെ വൃന്ദാവനിലുള്ള മറ്റേ ഗോപികളൊക്കെ. സോ ഇവരൊക്കെ അതുപോലെ നമ്മുടെ മഹാപ്രഭു ലീലയിൽ ഗദാധർ പണ്ഡിതാണ് ശ്രീമതി രാധാറാണിയുടെ അവതാരം. അപ്പൊ അദ്ദേഹമാണ് ശക്തിതത്വം. പിന്നെ അതുപോലെ തന്നെ സത്യഭാമ ദേവിയുടെ അവതാരമാണ് ജഗദാനന്ദ എന്ന് പറയുന്ന ഒരു ആചാര്യ, ജഗദാനന്ദ പണ്ഡിറ്റ്. ഈ ജഗദാനന്ദ പണ്ഡിറ്റ് സത്യഭാമ ദേവിയുടെ അവതാരം. അദ്ദേഹവും ശക്തിതത്വമാണ്. അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ ഗൃഹസ്ഥ ലീലയിൽ ചൈതന്യ മഹാപ്രഭുയുടെ വൈഫ് ലക്ഷ്മിപ്രിയ ദേവി, വിഷ്ണുപ്രിയ ദേവി, ഇവർ രണ്ടുപേരും ശ്രീദേവി ഭൂദേവിയുടെ അവതാരമാണ്. ഇവരൊക്കെ ശക്തി തത്വമാണ്. ഇതാണ് ഫോർത്ത് തത്വ. പിന്നെ ഫൈനലി ഫിഫ്ത് തത്വ ശ്രീവാസ് പണ്ഡിറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ജീവതത്വ. നമ്മളെ പോലെ ഉള്ള ജീവാത്മാക്കൾ, ഭഗവാന്റെ ജീവാത്മാവും ഭഗവാൻ തമ്മിലും ഒരു വ്യത്യാസമുണ്ട്. ജീവാത്മാ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സോൾ ആണ്. അതിന് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻസും ഉണ്ട്, മൈന്യൂട്ട് ഇൻഡിപെൻഡൻസ്, ചെറിയൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. നമുക്ക് തീരുമാനം എടുക്കാം, ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് നടത്താം. ആൻഡ് നമ്മളും ഭഗവാൻ തമ്മിലും ക്വാളിറ്റീസ് ഒരുപോലെയാണ്. ഭഗവാന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അദ്ദേഹത്തിന്റെ അംശമായ ജീവാത്മാക്കൊക്കെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. പക്ഷേ അതിന്റെ അളവിന്റെ വ്യത്യാസമുണ്ട്. ഭഗവാന്റെ അടുത്ത് ഗുണങ്ങൾ അനന്തമാണ്, എല്ലാം മോർ ദാൻ 100% ആണ്. പക്ഷെ നമുക്കൊക്കെ അതേ ഭഗവാന്റെ ആ ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയ ചെറിയ അമൗണ്ടിൽ. സോ ഇപ്പൊ ഭഗവാൻ സ്വരാട്ട്, ഫുള്ളി ഇൻഡിപെൻഡന്റ്, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ജീവാത്മാവും സ്വരാട്ടാണ്, പക്ഷെ ഇൻഡിപെൻഡന്റ് നമുക്ക് ചെറിയതാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിൽ മാത്രം ഇൻഡിപെൻഡൻസ് ഉണ്ട്. ആൻഡ് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം, പക്ഷെ അത് ചെയ്യാനും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാൻ അങ്ങനെയല്ല. സോ അതുപോലെ ഭഗവാന് എല്ലാ ക്വാളിറ്റീസും ജീവാത്മാക്കുണ്ട്, പക്ഷെ ചെറിയ മാത്രമായി. സോ ഈ ജീവാത്മാവാണ് നാരദമുനിയായിട്ട് ശ്രീവാസ് ഠാക്കൂർ വരുന്നത്. നാരദമുനി ശ്രീവാസ് ഠാക്കൂറായിട്ട് വരുന്നത്. അതാണ് ജീവാത്മാവിന്റെ റെപ്രസെന്റേഷൻ. സോ ഇതാണ് പഞ്ചതത്വ, 5 തത്വങ്ങൾ. സോ ഇതുവരെ നമ്മൾ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്തിട്ടില്ല. കറക്റ്റ്? പഞ്ചതത്വയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിത്യാനന്ദ പ്രഭു മാത്രം ബാക്കി ആണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? സോ ഞാൻ ചോദിച്ചത്, പഞ്ചതത്വം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ലീലകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ
ഐ തിങ്ക് പാഞ്ചതത്വയിൽ നിത്യാനന്ദ പ്രഭു വെച്ചിട്ട് ബാക്കി എല്ലാവരെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണോ? അതെ. ശ്രീവാസ് നാല് അദ്വൈത. തത്വങ്ങളും കഴിഞ്ഞു. ഓക്കെ, സോ ഇന്ന് നമുക്ക് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും അറിയാം നിത്യാനന്ദ പ്രഭു ഭഗവാനാണ്, സാക്ഷാത് ബലറാമരുടെ അവതാരം. നരോത്തം ദാസ് ഠാക്കൂർ ഒരു പാട്ടില് പറയുന്നുണ്ട്, ഒരു ഭജനില്, ബ്രജേന്ദ്ര നന്ദന ജയ് സച്ചി സുത ഹൊയിലോ ഷേ. ബ്രജേന്ദ്ര നന്ദൻ ജയ്. വ്രജ, വൃന്ദാവൻ വ്രജധാമം, വ്രജ എന്ന് പറയും വൃന്ദാവൻ ധാമത്തിന്റെ ഒരു പേര്. വ്രജ ഇന്ദ്ര, അതായത് വ്രജ വൃന്ദാവന്റെ രാജാവ്, അദ്ദേഹത്തിന്റെ നന്ദനം, അദ്ദേഹത്തിന്റെ മകൻ. സോ വൃന്ദാവന്റെ രാജ നന്ദ മഹാരാജ് ആണ്. അദ്ദേഹത്തിന്റെ പുത്രൻ ബ്രജേന്ദ്ര നന്ദൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ. ബ്രജേന്ദ്ര നന്ദന ജയ്. ആരാണോ ബ്രജേന്ദ്രനന്ദൻ, അദ്ദേഹം ഇപ്പോ സച്ചി സുത്ത ഹൊയിലോഷേ, അദ്ദേഹം ഇപ്പോ സച്ചി സുത്ത, സച്ചിയുടെ മോനായിട്ട്. ചൈതന്യ മഹാപ്രഭുടെ അമ്മയുടെ പേര് സച്ചി മാത. സോ സച്ചി സുത്തായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തായി, ബലരാം ഹൊയിലോ നിതായ്. ബലരാമർ, അദ്ദേഹം നിതായി നിത്യാനന്ദ പ്രഭുവായിട്ട് അവതാരം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നിത്യാനന്ദ പ്രഭുവിടെ ഡിഫറെന്റ് നെയിംസ് നമുക്കറിയാം. നിത്യാനന്ദ പ്രഭുയുടെ ഒരു പേരാണ് നിത്യാനന്ദ. എന്ന് വെച്ചാൽ എന്താ, അദ്ദേഹം എപ്പോഴും ആനന്ദത്തിലാണ്. നിത്യാനന്ദ, നിത്യമായിട്ട് ആനന്ദത്തിൽ. ബിക്കോസ് അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ സേവകനാണ്. നിത്യാനന്ദ പ്രഭു എപ്പോഴും എങ്ങനെ നമുക്ക് ഗൗരംഗ മഹാപ്രഭുവിനെ സർവ് ചെയ്യാം, അതായത് സർവീസ് എന്ന് വെച്ചാൽ ഗൗരംഗ മഹാപ്രഭു അടുത്തിരുന്ന് പേഴ്സണൽ സർവീസ് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭുയുടെ ഭാവം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മിഷൻ ഹരിനാമം സ്പ്രെഡ് ചെയ്യാനായിട്ട്, ആ മിഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അതും നോക്കും. നമുക്കൊരു വ്യക്തിയെ വളരെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അടുത്ത് ഇരുന്ന് എപ്പോഴും പേഴ്സണൽ സർവീസ് മാത്രം ചെയ്താൽ മതിയാവില്ല. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ആശയം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് ഒരു ഉത്തമ സേവകന്റെ ലക്ഷണം. ഇപ്പോ ഇതിനെ കുറിച്ച് നമുക്കൊരു ചെറിയ ലീല കേൾക്കാം. ആദ്യം നിത്യാനന്ദ പ്രഭുയുടെ സേവക ഭാവം. നിത്യാനന്ദ പ്രഭു ജനിച്ചത് ഏകചക്ര എന്ന ഒരു സ്ഥലത്തിലാണ്. എവിടെ? ഏകചക്ര. ഈ ഏകചക്ര പറയുന്ന സ്ഥലം മായാപൂരിന് കുറെ ദൂരെയാണ്. ഒരു 140 കിലോമീറ്റർ, 130 കിലോമീറ്റർ ദൂരെയാണ് ഏകചക്ര എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഹഡായി പണ്ഡിറ്റ് ആൻഡ് പദ്മാവതി ദേവി ഇവരുടെ മോനായിട്ട് നിത്യാനന്ദ പ്രഭു അവതരിച്ചു. അപ്പൊ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് ഒരു 12-15 കൊല്ലം മുൻപ് തന്നെ അവതരിച്ചു. സോ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ അറ്റ്ലീസ്റ്റ് ഒരു 10 വയസ്സ് 15 വയസ്സ് മൂത്ത വ്യക്തിയാണ്. അപ്പോ അദ്ദേഹം അവിടെ ലീലകളൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ ബാല്യലീലകളൊക്കെ അത്ര സുന്ദരമാണ്. നമുക്ക് നാളത്തെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നിത്യാനന്ദ പ്രഭുയുടെ ബാല്യലീലകൾ കേൾക്കാം. സോ അവിടെ ലീലകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു 10 വയസ്സ് എന്തോ ആവുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ബ്രാഹ്മണൻ വന്നിരുന്നു. പിന്നെ അപ്പോ നിത്യാനന്ദ പ്രഭുയുടെ അച്ഛനും അമ്മയും ആ ബ്രാഹ്മണന്റെ സേവ നന്നായിട്ട് ചെയ്ത് അവരുടെ വീട്ടിൽ തന്നെ താമസിച്ച് പ്രസാദമൊക്കെ തന്ന് അദ്ദേഹത്തിന്റെ പൂജയിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തത് എല്ലാം ചെയ്തു. അപ്പൊ അദ്ദേഹം പോകുമ്പോ ഇവരൊക്കെ ചോദിച്ച് ആ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരും. അപ്പോ ഹഡായി പണ്ഡിറ്റ് അദ്ദേഹം ഒരു നല്ല ബ്രാഹ്മണനായിരുന്നു. അപ്പൊ വേറൊരു ബ്രാഹ്മണനോട് കാര്യം ചോദിക്കുമ്പോൾ ഒരു ഗൃഹസ്ഥന്റെ ഡ്യൂട്ടിയാണ് വീട്ടിൽ വരുന്ന ബ്രഹ്മചാരിയോ സന്യാസിയോ അവർക്ക് വേണ്ടി എല്ലാ വസ്തുവും ചെയ്തു തരുന്നത്. അവർ എന്ത് പറഞ്ഞാലും അനുസരിക്കണം. അപ്പൊ ഹഡായി പണ്ഡിറ്റ് എന്ത് വെച്ചാലും പറഞ്ഞോളും, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോ ആ ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ നിതായി അദ്ദേഹത്തിന് എന്റെ കൂടെ അയച്ചു തരോ? ഞാൻ ഈ ഭാരത ഭൂമി മുഴുവതും ഞാൻ ചുറ്റാൻ പോവാണ്.
തീർത്ഥയാത്രയ്ക്ക് പോവാണ്. അപ്പൊ എനിക്കൊരു നല്ല അസിസ്റ്റന്റ് വേണം. നിങ്ങളുടെ മോന് നല്ല ഒരു റൈറ്റ് ഏജ് ആണ്, വളരെ എനർജറ്റിക് യങ് ആണ്, എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. ആൻഡ് നല്ല ഒരു അനുസരണയുള്ള ഭക്തന്മാർ തമ്മിൽ ഒരു റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മോനിനെ എനിക്ക് തീർത്ഥയാത്രയുടെ അസിസ്റ്റന്റ് ആയിട്ട് തരും. ഇത് കേട്ടപ്പോ ഹടായ് പണ്ഡിറ്റ്ക്കും പത്മാവതി ദേവിക്കും ജീവൻ തന്നെ പോയി. ബിക്കോസ് അവരുടെ ജീവൻ തന്നെ നിത്യാനന്ദ പ്രഭു ആയിരുന്നു. അവർക്ക് നിത്യാനന്ദ പ്രഭു പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യ. പക്ഷേ ബ്രാഹ്മണർക്ക് വാക്ക് തന്നപ്പോൾ അതുകൊണ്ട് ഹടായ് പണ്ഡിറ്റും പത്മാവതി ദേവിയും കരഞ്ഞുകൊണ്ട് തന്നെ നിത്യാനന്ദ പ്രഭുവിനെ ഈ ബ്രാഹ്മണന്റെ കൂടെ അയച്ചു. അന്ന് നിത്യാനന്ദ പ്രഭു ഏകചക്ര വിട്ടു പോയപ്പോൾ ഏകചക്രയിലുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ ലൈഫ് തന്നെ പോയി. എങ്ങനെ കൃഷ്ണൻ വൃന്ദാവൻ വിട്ട് പോയപ്പോൾ മഥുരയിലേക്കും പിന്നെ ദ്വാരകയിലേക്കും പോയപ്പോൾ വൃന്ദാവൻ ഫുള്ളായിട്ട് ലൈഫ്ലെസ് ആയി, അതായത് ജീവൻ ഇല്ലാത്ത ഒരു സ്ഥലത്തിനെ പോലെ ആയിപ്പോയി. എല്ലാവരും ജീവിച്ചുണ്ടായിരുന്നു, പക്ഷെ അവര് എന്തൊരു ആക്ടിവിറ്റിയും ചെയ്യില്ലായിരുന്നു. എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെ ഓർത്തിരുന്ന് കരഞ്ഞോണ്ടേയിരുന്നു. അതുപോലെ ഏകചക്രയിലുള്ള എല്ലാ ഭക്തന്മാരും നിത്യാനന്ദ പ്രഭുയുടെ വിരഹത്തിൽ തന്നെ അവിടെ ഇരുന്നു. അപ്പോ നിത്യാനന്ദ പ്രഭു അങ്ങനെ ഏകചക്ര വിട്ട് വന്നിട്ട് ഈ ബ്രാഹ്മണന്റെ കൂടെ തീർത്ഥയാത്രയൊക്കെ ചെയ്തിട്ട് ഫുൾ ഭാരതഭൂമി, ഫുൾ ഇന്ത്യ നിത്യാനന്ദ പ്രഭു ടൂർ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ, ബദ്രികാശ്രം, എല്ലാ സ്ഥലത്തും നിത്യാനന്ദ പ്രഭു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗുരു മഹാരാജ് അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിടെ പാദചിഹ്നം ഇനി വെക്കാൻ പോവാണ്. ഫസ്റ്റ് പാദപീഠ് മധുരയിലെ അരുപ്പുകോട്ട എന്ന സ്ഥലത്ത് നിത്യാനന്ദ പ്രഭുവിടെ പാദപീഠ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മന്തോ എന്തോ. സോ നിത്യാനന്ദ പ്രഭു എല്ലാ പുണ്യക്ഷേത്രത്തിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് അദ്ദേഹം വൃന്ദാവനിലെത്തി. വൃന്ദാവനിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഉള്ള അമ്പലങ്ങളിലൊക്കെ പോയി ഭഗവാനെ ദർശനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അമ്പലത്തിലൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ ഇല്ല അവിടെ. അപ്പോ നിത്യാനന്ദ പ്രഭു ആശ്ചര്യമായി പോയി എല്ലാവരോടും ചോദിച്ചു, എവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ? ഞാൻ കൃഷ്ണനെ കാണില്ലല്ലോ. അപ്പൊ അവിടെയുള്ള പക്ഷികളും, ബിക്കോസ് സാക്ഷാൽ ബലരാമൻ അല്ലേ, വൃന്ദാവന്റെ ഉള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടുത്തെ ഉള്ള പക്ഷികളും മൃഗങ്ങളൊക്കെ പറഞ്ഞു നിത്യാനന്ദ പ്രഭുയോട്, ഓ നിത്തായ്, നിങ്ങൾക്ക് അറിയില്ല, ഇപ്പൊ കൃഷ്ണൻ ഇവിടെ വൃന്ദാവനിൽ ഇല്ല. നമ്മുടെ കൃഷ്ണർ തന്നെ ഇപ്പോ നവദ്വീപിൽ ഗൗരംഗ മഹാപ്രഭു ആയിട്ട് അവതാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോയി ഭഗവാൻ കൃഷ്ണനെ നോക്കും. സോ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലായത് നമ്മുടെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ സങ്കീർത്തൻ മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭു ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് തന്നെ ചൈതന്യ മഹാപ്രഭു ജനിച്ചപ്പോഴല്ല, ചൈതന്യ മഹാപ്രഭു വളർന്നപ്പോഴല്ല, ഗൗരംഗ മഹാപ്രഭു കല്യാണത്തെ സമയത്തും അല്ല. ഗൗരംഗ മഹാപ്രഭു ഗയാ പോയിട്ട് ഈശ്വരപൂരിയുടെ അടുത്ത് ഹരിനാം ദീക്ഷ മേടിച്ച് തിരിച്ചു വന്ന് അദ്ദേഹം ശ്രീവാസ് ഠാക്കൂറുടെ വീട്ടിൽ വെച്ച് ഹരിനാമ സങ്കീർത്തനം തുടങ്ങിയപ്പോൾ, നമ്മുടെ ഈ സങ്കീർത്തൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നിത്യാനന്ദ പ്രഭു നവദ്വീപ് ധാമിലേക്ക് വരുന്നത്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിനെ നമ്മുടെ നവദ്വീപിൽ ആർക്കും അറിയില്ല. അതെ, ആരാണ് എന്താണെന്ന് വെച്ച് നിത്യാനന്ദ പ്രഭു വന്ന് നന്ദനാചാര്യ എന്നൊരു ഭക്തനുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഗസ്റ്റ് ആയിട്ട് താമസിച്ച് അദ്ദേഹം നിത്യാനന്ദ പ്രഭു പുറത്ത് വന്നിട്ടേ ഇല്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലായി, എന്റെ പ്രിയ സേവകൻ നിത്യാനന്ദ വന്നിട്ടുണ്ട്. കൃഷ്ണനും ബലറാമനും അത്രയ്ക്ക് അവർ തമ്മിൽ ആ പ്രേമം വളരെ ഡീപ്പാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാവർക്കും നിത്യാനന്ദ പ്രഭുവിന് ആരാണ് എന്നെ കാണിക്കുന്നത്, എത്ര വലിയ ആളാണ് നിത്യാനന്ദ പ്രഭു. അപ്പോ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂർ, ഹരിദാസ് ഠാക്കൂർ അപ്പോഴത്തെ ഭക്തന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ നദിയ ഡിസ്ട്രിക്റ്റില് ഒരു മഹാവൈഷ്ണവൻ വന്നിട്ടുണ്ട്, ഒരു മഹാഭാഗവതൻ, ഒരു മഹാപുരുഷ് എന്ന് വെച്ചാൽ ഒരു അസാധാരണായുള്ള ഒരു വലിയ മനുഷ്യൻ വന്നിട്ടുണ്ട്, ഒരു ദേവനെ പോലെ ഒരാള്.
വെരി പവർഫുൾ. അപ്പോ എങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ, എന്റെ സ്വപ്നത്തിൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഇന്നലെ രാത്രി ഒരു മഹാപുരുഷ്, ഒരു വലിയ ആള്, വളരെ ഹൈറ്റ് ആയിട്ടുള്ള ഒരാള് വന്നു. എങ്ങനെ വന്നു? ഒരു രഥത്തിലേറി വന്നു. ആ രഥത്തിന്റെ മേലെ ഒരു ഫ്ലാഗ് ഉണ്ട്, ഒരു കൊടിയുണ്ട്. ആ കൊടിയില് ആ തലവൃക്ഷം, തലവൃക്ഷം എന്ന് വെച്ചാൽ പനമരത്തിന്റെ സിമ്പലുണ്ട്. ആ പനമരം വരച്ചിട്ടുണ്ട്. ആ ഇപ്പോ തലധ്വജ എന്ന് വെച്ചാൽ അതിന്റെ തള എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ പനമരത്തിന് തള എന്ന് പറയും. തലധ്വജ എന്ന് വെച്ചാൽ പനമരം വെച്ചിട്ടുള്ള ഒരു ഫ്ലാഗ്. സോ തലധ്വജ് ഇത് ബലറാമന്റെ രഥത്തിന്റെ പേരാണ്. ശ്രീ ബലറാമിന് പനം പഴം വളരെ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രഥത്തിന്റെ തലധ്വജം മുകളിൽ തലവൃക്ഷത്തിന്റെ ഒരു സിമ്പൽ ഉണ്ടാവും. സോ തലധ്വജാണ് ബലറാമന്റെ രഥം. സോ ആ രഥത്തിൽ ഏറി ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അദ്ദേഹം കൃഷ്ണ പ്രേമയിൽ എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ നാമം പറഞ്ഞുകൊണ്ടേ എന്നെ കണ്ടു. എന്നെ ഉറക്കത്തിന് എണീറ്റ് എന്നോട് ഹരിനാമം പറയാൻ പറഞ്ഞു. സോ അത്ര ഒരു സുന്ദരമായ ഒരു മഹാപുരുഷൻ, ഒരു വ്യക്തിനെ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സുന്ദരം, നീല വേഷ്ടി ഉടുത്തോണ്ട് മണിമാലയൊക്കെ വെച്ചിട്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു വളരെ ഫെയർ കോംപ്ലക്ഷൻ, അതായത് ഹംസത്തിനെ പോലെ വൈറ്റ് കളർ കോംപ്ലക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്. ഇതുപോലെ വ്യക്തി ഞാൻ കണ്ടു. സോ ഇത് വെച്ച് എനിക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ ഈ നാദിയ നഗരത്തിൽ ഒരു മഹാപുരുഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട്, നീ എന്താ എന്നെ വന്ന് കാണാത്തെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോ എല്ലാവരും എല്ലാ വീട്ടിലും പോയി നോക്കണം, ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി, ഒരു മഹാവൈഷ്ണവൻ വന്നിട്ടുണ്ടോ. അപ്പൊ മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീവാസ് ഠാക്കൂർ, ഹരിദാസ് ഠാക്കൂർ, ശുക്ലാംബർ ബ്രഹ്മചാരി, മുരാരി ഗുപ്ത എല്ലാവരും എല്ലാ സ്ഥലത്തും പോയി നോക്കാൻ തുടങ്ങി. അവർക്ക് പരിചയമുള്ള എല്ലാ സ്ഥലത്തും എവിടെയാ ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇപ്പോ ഭക്ത സമൂഹത്തിൽ നന്ദനാചാര്യ എല്ലാവർക്കും അറിയാം. അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി എല്ലാം നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അതെന്താ ആരും നോക്കാത്ത, അതെന്താന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭു വിചാരിച്ചു, ഞാൻ ചൈതന്യ മഹാപ്രഭു തന്നെ വന്ന് എന്നെ കണ്ടെടുത്തത്. മഹാപ്രഭുയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഇവരൊക്കെ പോയി നോക്കിയിട്ട് ഇവർക്ക് കിട്ടിയില്ല നിത്യാനന്ദ പ്രഭുവിനെ. അപ്പൊ ഞാൻ പോയി നിത്യാനന്ദ പ്രഭുവിനെ കാണിക്കാം. അപ്പോ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുയുടെ ഈ പ്ലാൻ, അതുകൊണ്ട് യോഗമായ എല്ലാവരും കവർ ചെയ്തു. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും നന്ദനാചാര്യയുടെ വീട്ടിൽ ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തും പോയി തേടി. നവദ്വീപിന്റെ എല്ലാ മൂലമുടുക്കും പോയി നോക്കിയിട്ട് അദ്ദേഹത്തിന് എല്ലാവരും മഹാപ്രഭു പറഞ്ഞു, ഞങ്ങൾ കുറെ തേടി, എങ്ങൾക്ക് അതുപോലെ ഒരു മഹാപുരുഷനെ കിട്ടിയില്ല. അപ്പൊ മഹാപ്രഭു പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാൻ മനസ്സ് വിചാരിക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ മഹാപ്രഭു പറഞ്ഞു, ഇനി നമുക്കൊക്കെ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് തേടി പോവാം. എല്ലാവരും മഹാപ്രഭു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയപ്പോൾ മഹാപ്രഭു സ്ട്രെയിറ്റ് ആയിട്ട് നന്ദനാചാര്യ ഭവനിലേക്ക് പോയിട്ട് അവിടെ ഉറക്കെ വിളിച്ചു, ഹരേ കൃഷ്ണ നിത്യാനന്ദ പ്രഭു എന്ന് വിളിച്ചു. അപ്പൊ അവർ അകത്ത് പോയി കണ്ടപ്പോൾ അവിടെ നിത്യാനന്ദ പ്രഭു ഹി വാസ് സിറ്റിംഗ്. നിത്യാനന്ദ പ്രഭു ഇരുന്ന് കണ്ണൊക്കെ അടച്ചിട്ട് അദ്ദേഹം ഹരിനാമത്തില് ധ്യാനം ചെയ്യായിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഉപരി ധ്യാനം ചെയ്യായിരുന്നു. അപ്പൊ അത് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു കണ്ടു. നിത്യാനന്ദ പ്രഭു ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോ അവിടെ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഭഗവാൻ കൃഷ്ണനും ഭഗവാൻ ബലറാമനും മീറ്റ് ചെയ്യുമ്പോ അവരുടെ തമ്മിൽ എത്രയ്ക്ക് ഒരു പ്രേമമുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ എന്നിട്ട് അവർ ആലിംഗനം ചെയ്തു. അത്രയ്ക്ക് ടൈറ്റ് ആലിംഗനം ചെയ്തു. ആൻഡ് അവരുടെ എക്സ്റ്റസി വെന്റ് ഓവർ ബോർഡ്. രണ്ടുപേരും അൺകോൺഷ്യസ്, രണ്ടുപേരുടെ ബോധമും പോയി. They both became unconscious and they fainted. രണ്ടുപേരും ഫെയിന്റ് ചെയ്ത സ്ഥിതിക്ക് അപ്പൊ ഭക്തന്മാരൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യമായി. മഹാപ്രഭുവിനെ പോലെ തന്നെ
ആജാനുബാഹുവായിട്ട് വലിയ ഒരു 6 അടി പൊക്കമുള്ള ഒരു വ്യക്തി. മഹാപ്രഭുവിനെ പോലെ തന്നെ അത്രയ്ക്ക് സുന്ദരൻ. അതുപോലെ തന്നെ ഉള്ള ഒരു കേശം, മഹാപ്രഭു പോലെ സുന്ദര കേശം, മഹാപ്രഭു പോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ അംഗവും. ഒരേ ഒരു വ്യത്യാസം, മഹാപ്രഭു ഏകദം ഗോൾഡ്, തങ്കത്തിന്റെ നിറമായിരുന്നു മഹാപ്രഭുവിന്. നിത്യാനന്ദ പ്രഭുവിന് തങ്കത്തില് കുറച്ച് കുങ്കുമം ചേർത്താൽ കുറച്ച് റെഡിഷ് കോംപ്ലക്ഷൻ, കുറച്ച് റെഡും ഗോൾഡനും കലർന്നുള്ള ഒരു കോപ്പറിനെ പോലെ ഒരു കോംപ്ലക്ഷൻ. പക്ഷെ മഹാപ്രഭുവിനെ പോലെ തന്നെ അത്രയ്ക്കും സുന്ദര വ്യക്തി. രണ്ടുപേരും ഭൂമിയിൽ വീണു. അപ്പോ ഭക്തന്മാരൊക്കെ ഭാഗവതത്തിന്റെ ശ്ലോകവും ഹരിനാമവും പാടാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ കേട്ടപ്പോ രണ്ടുപേർക്കും തിരിച്ച് കോൺഷ്യസ്നെസ് വന്ന് രണ്ടുപേരും എണ്ണീട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഒത്തരൊത്തരെ കണ്ട് കരയാൻ തുടങ്ങി. പരസ്പരം കണ്ട് കരഞ്ഞുകൊണ്ട് ഇത്ര കാലം നീ എവിടെയായിരുന്നു എന്ന് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പിന്നെ ഹരിനാം കീർത്തനം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാ ഭക്തന്മാർക്കും വളരെ സന്തോഷം. ഇപ്പൊ ഇനി നിത്യാനന്ദ പ്രഭു എവിടെയാ താമസിക്കുക? മഹാപ്രഭുവിന് അദ്ദേഹത്തിന്റെ വീടുണ്ട്, ശ്രീവാസ് ഠാക്കൂറിന്റെ വീടുണ്ട്, ഗദാധരന്റെ വീടുണ്ട്, അദ്വൈതാചാര്യന്റെ വീടുണ്ട്. പക്ഷെ നിത്യാനന്ദ പ്രഭുയുടെ വീടോ ഏകചക്രയിലുണ്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭു എവിടെയാ താമസിക്കും? അപ്പൊ ശ്രീവാസ് ഠാക്കൂർ പറയുന്നുണ്ട്, ഇനി നിത്യാനന്ദ പ്രഭു എന്റെ വീട്ടിൽ താമസിക്കും. എന്റെ മകനായിട്ട് മാലിനി ദേവിയിലും എന്റെയും ഒരു മകനായിട്ട് നിത്യാനന്ദ പ്രഭു എന്റെ വീട്ടിൽ താമസിക്കട്ടെ. സോ അങ്ങനെ നിത്യാനന്ദ പ്രഭു ശ്രീവാസ് ഠാക്കൂറുടെ വീട്ടിൽ തന്നെ താമസിച്ച് ചൈതന്യ മഹാപ്രഭുയുടെ എല്ലാ ലീലകളിലും അദ്ദേഹം പങ്കെടുത്തു. ഇപ്പോ എന്തിനാ ഞാൻ ഈ കഥ പറഞ്ഞത്? നിത്യാനന്ദ പ്രഭു എങ്ങനെ ഒരു സേവകന്റെ മൂഡിലാണ്. അതായത് സേവകന്റെ മൂഡ് വെച്ചാൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എന്തിനാ അവതരിച്ചത്? സങ്കീർത്തൻ മൂവ്മെന്റ്, നമ്മുടെ ഹരിനാമ സങ്കീർത്തനം ഈ ലോകത്തിൽ തുടങ്ങാനായിട്ട്. ആ മിഷനില് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിത്യാനന്ദ പ്രഭുയുടെ പ്രധാന ഡ്യൂട്ടി. അപ്പൊ ഭഗവാന്റെ സേവകൻ എന്ന് വെച്ചാൽ ഭഗവാന്റെ മിഷൻ, ഭഗവത് ഭക്തി പ്രചാരം ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും മുകളിലുള്ള ഡ്യൂട്ടി. ഭഗവാന്റെ പേഴ്സണൽ സർവീസിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഭഗവാന്റെ ഈ മിഷൻ, അതിനെ സർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിത്യാനന്ദ പ്രഭു, മഹാപ്രഭു ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം നവദീപ് ധാമിലേക്ക് വന്നില്ല. ഗൗരംഗ മഹാപ്രഭുയുടെ ബാലലീലകളൊക്കെ കാണാനായിട്ട്, അതിലെ സേവ ചെയ്യാനായിട്ട്. അദ്ദേഹം ഏകചക്ര വിട്ട് ഭാരത ഭൂമി മുഴുവതും ഭ്രമണം ചെയ്ത് എപ്പോ ഭഗവാൻ മഹാപ്രഭു സങ്കീർത്തൻ മൂവ്മെന്റ് തുടങ്ങിയോ അപ്പോഴാണ് അദ്ദേഹം വന്ന് എത്തുന്നത് മഹാപ്രഭു സങ്കീർത്തൻ ഫാസ്റ്റ് ടൈമില് പങ്കെടുക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ മിഷനില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവന്റ് ആണ്. അതുപോലെ തന്നെ അപ്പൊ എപ്പോഴും മഹാപ്രഭു കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മഹാപ്രഭു സന്യാസം എടുത്തപ്പോൾ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുയുടെ കൂടെ തന്നെ പൂരിയിലേക്ക് പോയി. മഹാപ്രഭു സന്യാസം എടുത്ത ശേഷം നവദ്വീപിൽ എല്ലാവരും ഉണ്ടായിരുന്നു. നിത്യാനന്ദ പ്രഭു മാത്രം മഹാപ്രഭുയുടെ കൂടെ തന്നെ പോയി. നിത്യാനന്ദ പ്രഭു 5 പേർ മഹാപ്രഭു കൂടെ തന്നെ പോയി. മഹാപ്രഭു സന്യാസം എടുത്ത ശേഷം നിത്യാനന്ദ പ്രഭു, മുകുന്ദ, ചന്ദ്രശേഖർ ആചാര്യ, ജഗദാനന്ദ and മുകുന്ദ, ചന്ദ്രശേഖരാചാര്യ, നിത്യാനന്ദ പ്രഭു, ജഗദാനന്ദ, പിന്നെ ഐ തിങ്ക് ദാമോദർ. ഈ 5 പേർ മാത്രം ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്ത ശേഷം മഹാപ്രഭു കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പുറം മഹാപ്രഭു പൂരിയിലേക്ക് പോയി. അപ്പൊ പൂരിയിൽ വെച്ചിട്ട് പൂരിയിലെ മഹാപ്രഭുവിന് എല്ലാ താമസങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവരൊക്കെ തിരിച്ച് നവദ്വീപ് ധാമിലേക്ക് വന്നു. എന്നിട്ട് വർഷാവർഷം ഓരോരോ കൊല്ലവും ഇവരൊക്കെ നവദ്വീപിലെ എല്ലാ ഭക്തന്മാരും ഒരുമിച്ചിട്ട് ബംഗാളിലെ എല്ലാ ഭക്തന്മാരും ഒരുമിച്ച് ഒരു യാത്ര പോകും. രഥയാത്രയുടെ മുൻപ് പൂരിയിൽ രഥയാത്ര ഉണ്ടാവല്ലോ, അതിനു മുൻപ് ഇവരെല്ലാം ഒരുമിച്ച് പോയിട്ട് അവിടെ തന്നെ താമസിക്കും. മഹാപ്രഭുവിന്റെ സംഘം കിട്ടാറായിട്ട് അവിടെ താമസിച്ച് രഥയാത്ര കണ്ടിട്ട്
പിന്നെ തിരിച്ച് രഥയാത്ര കഴിഞ്ഞിട്ട് എന്താവും, ജഗന്നാഥിനെ ഒരു ഗുണ്ടീച്ച എന്ന അമ്പലത്തിൽ 5-7 ദിവസം വെക്കും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഉൾട്ടാരത്ത് തിരിച്ച് നമ്മുടെ ജഗന്നാഥ് അമ്പലത്തിലേക്ക് ജഗന്നാഥിനെ കൊണ്ടുവരും. ഈ ഉത്സവങ്ങളെ കണ്ടിട്ട് കുറച്ച് ഒരു 4-5 മാസം അവിടെ ഇരുന്നിട്ട് അവർ തിരിച്ച് ബംഗാളിലേക്ക് വരും. സോ ഇങ്ങനെ വർഷാവർഷം നിത്യാനന്ദ പ്രഭുക്ക് പോയിട്ട് വരുമ്പോ ഒരു കൊല്ലം തന്നെ നിത്യാനന്ദ പ്രഭു വന്നല്ലോ. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിത്യാനന്ദ പ്രഭു നിങ്ങളും എന്താ ഇതുപോലെ എന്നെ കാണാൻ പൂരിയിലേക്ക് വരുന്നത്? ഞാൻ എന്താ എന്ന് എന്റെ ആഗ്രഹം, ഞാൻ എന്തിനാ അവതാരം ചെയ്തത്? ഈ പൃഥ്വി ഫുൾ, ഈ ഭൂമി മുഴുവതും ഹരിനാമം തരാനായിട്ടാണ് ഞാൻ അവതാരം ചെയ്തത്. പക്ഷെ എന്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഞാനിപ്പോ പുരിയിലാണ് താമസിക്കുന്നത്. അപ്പോ എനിക്ക് പുറത്തൊക്കെ പോയിട്ട് പ്രീ ചെയ്യാൻ കഴിയുന്നില്ല. ബിക്കോസ് ഞാൻ എന്റെ അമ്മ ശശിമത്ത വാക്ക് കൊടുത്തു പോയി, ഞാൻ പൂരിയിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. അതുകൊണ്ട് എന്റെ ആ ജോലി കൂടി നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളാണ് ബംഗാളും എല്ലാ സ്ഥലത്തും പോയിട്ട് ഹരിനാമം പ്രചാരം ചെയ്യണം. അതുകൊണ്ട് കൊല്ലം നിങ്ങൾ ഇവിടെ വരണ്ട, ബംഗാളിൽ തന്നെ ഇരുന്നിട്ട് അവിടെ ഫുൾ പ്രചാരം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോ നിത്യാനന്ദ പ്രഭു അതിനുശേഷം പൂരി തിരിച്ച് പോയില്ല. അദ്ദേഹം മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് മഹാപ്രഭു മിഷൻ ഹരിനാമം ബംഗാൾ മുഴുവതും സ്പ്രെഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് കുറെ ആചാര്യന്മാരുണ്ടായിരുന്നു. ലൈക്ക് ധനഞ്ജയ് പണ്ഡിറ്റ്, ഗൗരിദാസ് പണ്ഡിറ്റ്, വൃന്ദാവൻ ദാസ് ഠാക്കൂർ, ഉദ്ധാരൻ ദത്ത ഠാക്കൂർ, പുരുഷോത്തം ദാസ് ഠാക്കൂർ, പരമേശ്വരി ഠാക്കൂർ, ഇവരൊക്കെ നിത്യാനന്ദ പ്രഭുടെ നരോത്തം ദാസ് ഠാക്കൂർ, ഇവരൊക്കെ നിത്യാനന്ദ പ്രഭുടെ ഫോളോവേഴ്സ് ആയിരുന്നു. നിത്യാനന്ദ പ്രഭു കൂടെ തന്നെ ഉണ്ടാവും. ഇവരൊക്കെ പോയിട്ട് ബംഗാളിലുള്ള ഓരോരോ ഗ്രാമത്തിലും ഹരിനാമം പ്രചാരം ചെയ്തു. എല്ലാവർക്കും ഹരിനാമം തന്നു. അവിടെ ഒക്കെ നിത്യാനന്ദ പ്രഭു നാമഹട്ട പ്രതിഷ്ഠിച്ചു. നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ ഗ്രാമം വിട്ട് പോയാലും അദ്ദേഹം അവിടെ പ്രചാരം ചെയ്ത ഹരിനാമം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു നാമഹട്ട, ഒരു ലീഡറൊക്കെ വെച്ചിട്ട് പോകും. അപ്പൊ അങ്ങനെ നിത്യാനന്ദ പ്രഭുയുടെ സമയത്തിൽ ബംഗാൾ മുഴുവതും ഓരോരോ ഗ്രാമത്തിലും ഹരിനാമ പ്രീച്ചിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നിത്യാനന്ദ പ്രഭു ഒരു സേവകന്റെ ഭാവത്തിൽ എപ്പോഴും മഹാപ്രഭുവിന് അടുത്തുണ്ടാവുമ്പോ മഹാപ്രഭുയുടെ സേവ, ആൻഡ് എല്ലാ സമയത്തും മഹാപ്രഭുയുടെ ആ ഒരു മിഷൻ ഹരിനാമ പ്രചാരത്തിന്റെ സേവ എപ്പോഴും ചെയ്തിരുന്നു. നിത്യാനന്ദ പ്രഭു മഹാപ്രഭുയുടെ അടുത്തുണ്ടാവുമ്പോ എങ്ങനെ മഹാപ്രഭുയുടെ പേഴ്സണൽ സേവ ചെയ്തു, അതിന്റെ ഒരു കഥ കൂടി നമുക്ക് കേൾക്കാം. നിത്യാനന്ദ പ്രഭു നേരത്തെ പറഞ്ഞല്ലോ, നിത്യാനന്ദ ഡിഫറെന്റ് നെയിംസ് നമുക്ക് നോക്കാം. നിത്യാനന്ദ എന്ന് വെച്ചാൽ എപ്പോഴും ആനന്ദത്തിലുണ്ട്, എപ്പോഴും കൃഷ്ണപ്രേമയിൽ ഫുള്ളായിരുന്നു നിത്യാനന്ദ മഹാപ്രഭു. സോ കൃഷ്ണപ്രേമയിൽ ഒരു വ്യക്തി ഫുള്ളായിട്ട് ഉണ്ടാവുമ്പോ അദ്ദേഹം മധോന്മത്തനെ പോലെ കാണും. എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ ഉന്നത പ്രേമയിൽ എപ്പോഴും അൺകോൺഷ്യസ് ആയി പോകും. പക്ഷെ നിത്യാനന്ദ പ്രഭു ആ ഒരു സ്റ്റേറ്റിലും ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു എന്ന് വളരെ കോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീവാസ് ഠാക്കൂറുടെ വീട്ടില് അല്ലെങ്കിൽ നവദ്വീപിന്റെ റോഡില് നഗർ കീർത്തനമൊക്കെ ചെയ്യുമ്പോൾ ചൈതന്യ മഹാപ്രഭു വളരെ എക്സ്റ്റാറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യും. അങ്ങനെ ഡാൻസ് ചെയ്യുമ്പോ ചിലപ്പോ ചൈതന്യ മഹാപ്രഭു വളരെ ഹൈ ആയിട്ട് ജമ്പ് ചെയ്ത് ഭൂമിയിലേക്ക് വീഴും. അപ്പൊ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ സ്ക്രാച്ച്, ശരീരത്തിൽ ധൂളി, മണ്ണൊക്കെ വരും. അപ്പൊ നിത്യാനന്ദ പ്രഭു വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. ചൈതന്യ മഹാപ്രഭു വീഴാൻ പോവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ചൈതന്യ മഹാപ്രഭു ക്യാച്ച് ചെയ്യും. അപ്പൊ അതുപോലെ മഹാപ്രഭുവിന് എപ്പോഴും നിത്യാനന്ദ പ്രഭു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിത്യാനന്ദ അങ്ങനെ ചെയ്യും. നമ്മുടെ ചാന്ദ് കാസി ലീലൊക്കെ എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ ചാന്ദ് കാസിയുടെ വിരോധത്തിൽ ചൈതന്യ മഹാപ്രഭു നഗർ കീർത്തൻ ചെയ്തപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നമുക്കൊക്കെ ഗ്രൂപ്പായിട്ട് പിരിയാം. ഓരോരോ ഗ്രൂപ്പിലും ഒരു സിംഗർ, ഒരു
ഒരു മെയിൻ സിംഗർ, ഒരു സൈഡ് സിംഗർ, ഒരു ഡാൻസർ. ഇതാണ് ഗ്രൂപ്പിന്റെ സ്ഥിതി. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ഇരിക്കുമ്പോ അദ്വൈതാചാര്യ ഗ്രൂപ്പ് നമ്പർ 1, മുകുന്ദ ഗ്രൂപ്പ് നമ്പർ 2, അങ്ങനെ പിരിച്ചപ്പോൾ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുയോട് പറഞ്ഞു, ഗൗരംഗ മഹാപ്രഭു എന്നെ എന്ത് ഗ്രൂപ്പിലും അഴിക്കരുത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭു എന്ത് ആഗ്രഹിച്ചു, ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ കീർത്തന ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, എന്നെ എന്ത് ഗ്രൂപ്പിലും അഴിക്കരുത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള നിത്യാനന്ദ പ്രഭു എപ്പോഴും മഹാപ്രഭുവിന്റെ ഭാവം അനുസരിച്ച് മഹാപ്രഭുയുടെ ഹൃദയത്തിൽ എന്താണോ ആഗ്രഹം അത് അദ്ദേഹത്തിന് മനസ്സിലാവും. അത്രയ്ക്ക് ഒരു പ്യുവർ സെർവന്റ് ആയിരുന്നു. അതുകൊണ്ട് അത് അനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോ നിത്യാനന്ദ പ്രഭുയുടെ ലീലകളൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ എന്താ നിത്യാനന്ദ പ്രഭു ഇങ്ങനെ ചെയ്യുന്നത്, ഇത് മഹാപ്രഭുയുടെ ആഗ്രഹത്തിനെ പോലെ അല്ലല്ലോ. നമുക്ക് കാണുമ്പോൾ അത് വിപരീതമായിട്ട് തോന്നും. പക്ഷെ അതായിരിക്കും മഹാപ്രഭുയുടെ മനസ്സിലുള്ള ആഗ്രഹം. അത് മഹാപ്രഭു പുറത്ത് കാണിക്കില്ല, പക്ഷെ നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലാവും. അതുകൊണ്ടാണ് നിത്യാനന്ദ പ്രഭുയുടെ വേറെ ഒരു പേര് അവധൂത. അവധൂത ശിരോമണി എന്ന് പറയും. അവധൂത എന്ന് വെച്ചാൽ ഈ നമ്മുടെ സൊസൈറ്റിയിലെ 4 ആശ്രമങ്ങളുണ്ടല്ലോ, ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി. അപ്പോ ഈ 4 ആശ്രമത്തിലും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സന്യാസി ഇതുപോലെ ചിട്ടകളൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് സന്യാസി ഡ്രസ് ചെയ്യുന്നത്, സന്യാസിയുടെ ബിഹേവിയർ ഇങ്ങനെയാണ്, ഗൃഹസ്ഥന്റെ ബിഹേവിയറും ഗൃഹസ്ഥന്റെ ധർമ്മവും ഇങ്ങനെയാണ്. സോ ഈ 4 പേർക്കും ശാസ്ത്രത്തിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അവരവരുടെ എങ്ങനെ ഡ്രസ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്താണ് ധർമ്മങ്ങൾ, എന്താണ് ഡ്യൂട്ടി. പക്ഷേ ഈ 4നും ഉപരി ഒരു ആശ്രമമുണ്ട്, ഒരു വർണ്ണം. ഈ വർണ്ണത്തിലൊക്കെ ഉപരി ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതാണ് പ്യുവർ ഡിവോട്ടീസ് ഒക്കെ ഈ വർണ്ണാശ്രമത്തൊക്കെ വിട്ടിട്ട് അതിലൊക്കെ ഉപരി അവർ റേസ് ആയി പോകും. അവരുടെ ഈ ഭൗതിക ശരീരമേ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈ ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി, ബ്രാഹ്മണ, വൈശ്യ, ശൂദ്ര, ക്ഷത്രിയ ഈ ധർമ്മങ്ങളൊക്കെ ശരീരത്തിന് വേണ്ടിയാണ്, ആത്മാവിനല്ല. സോ പ്യുവർ ഡിവോട്ടീസ് അവരൊക്കെ ഫുള്ളായിട്ട് അവര് ഉണർന്നു കഴിഞ്ഞു, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, എൻ്റെ ആത്മാ കൃഷ്ണന്റെ സേവകനാണ്. അത് പ്യുവറായിട്ട് മനസ്സിലാവുമ്പോൾ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും ഈ ഭൗതിക സ്റ്റേജ് വിട്ട് ട്രാൻസെൻഡന്റൽ ആയി പോകും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവർ ചിന്തിക്കുന്നതൊക്കെ ട്രാൻസെൻഡന്റൽ, സ്പിരിച്വൽ, ആധ്യാത്മികമായി പോകും. അപ്പൊ ആ സ്റ്റേറ്റിലാണ് അവധൂത എന്ന് പറയുന്നത്, ആ സ്റ്റേറ്റിലുള്ള വ്യക്തികൾക്കൊക്കെ. അപ്പൊ അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് ബിക്കോസ് നമ്മളൊക്കെ ഭൗതിക രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആധ്യാത്മികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു വൈഷ്ണവ ആചാര്യൻ എഴുതിയിട്ടുണ്ട്, വൈഷ്ണവേര ക്രിയാമുദ്ര ന വിജ്ഞാപ്തി കൊറിയ. വൈഷ്ണവന്റെ ക്രിയാമുദ്ര, പ്യുവർ ഡിവോട്ടീസ് ചിലപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ആക്ഷൻസും നമുക്ക് മനസ്സിലാവില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വൈഷ്ണവന്റെ ആക്ടിവിറ്റീസ് വെച്ച് അദ്ദേഹത്തിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു വൈഷ്ണവൻ ഡ്രസ് ചെയ്യുന്ന രീതിയിലോ അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ജഡ്ജ് ചെയ്യக்கூடாது. വി ഷുഡ് നോട്ട് ജഡ്ജ് വൈഷ്ണവാസ് ബൈ ദർ ആക്ടിവിറ്റീസ്. ബിക്കോസ് നമുക്കത് മനസ്സിലാവാനുള്ള നമ്മൾക്ക് ആ ഒരു അഡ്വാൻസ്മെന്റ് ഇല്ല അത് മനസ്സിലാക്കാനായിട്ട്. സോ നിത്യാനന്ദ പ്രഭു അതുപോലെ ഒരു അവധൂതനായിരുന്നു. എല്ലാ പ്യുവർ ഡിവോട്ടീസും അവർ അതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യും. മാധവജി നെക്സ്റ്റ് പ്രോബ്ലം. ഞാൻ പ്രഭുപാദിനെ പറ്റി പറഞ്ഞത് നിത്യാനന്ദ പ്രഭു അവധൂതനായിരുന്നു. പ്രഭാതിനെ പറയുന്നത് കേട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു വൈഷ്ണവന്മാരുടെ 2 വെറൈറ്റീസ് ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട്.
ചിലത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പ്രഭുപാദിന്റെ ലൈഫ് നോക്കിയാൽ പ്രഭുപാദിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് വേണ്ടി, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പൊ അതൊക്കെ എന്താ, അതൊക്കെ വൈഷ്ണവന്മാർ ഈ സമൂഹത്തിന് വേണ്ടി എക്സാമ്പിൾ, എങ്ങനെ ഒരു ഭക്തൻ ഉണ്ടാവണം, അത് എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ്. അതാണ് ഇവരൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ നമുക്കത് ഫോളോ ചെയ്യണം. പക്ഷെ അവരുടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതെന്താ, അത് ഉന്നത പ്രേമയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അവധൂത എന്ന ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അത് നമുക്ക് ഫോളോ ചെയ്യാനല്ല, പക്ഷെ കണ്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. സോ 2 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നിത്യാനന്ദ പ്രഭു അവധൂതൻ ആയിട്ട് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലീലകളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിത്യാനന്ദ പ്രഭുയുടെ ബാല്യലീലകൾ, പിന്നെ നിത്യാനന്ദ പ്രഭു അവധൂത ശിരോമണിയായിട്ട് എന്ത് ലീലകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലീലകളൊക്കെ നമുക്ക് കേൾക്കുമ്പോ വിപരീതമായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി അതാണ് ഭഗവാന്റെ ആഗ്രഹം. ഭഗവാനെ പ്ലീസ് ചെയ്യാൻ, ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. സോ ആ ലീലകളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. സോ ഇതുപോലെ നിത്യാനന്ദ പ്രഭു ഭഗവാന്റെ എപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിത്യമായിട്ടുള്ള ആനന്ദം, എപ്പോഴും ആനന്ദത്തിലായിരുന്നു. ഭഗവാന്റെ സേവ ചെയ്യുന്ന ആ ഒരു ആനന്ദം, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലഷർ. അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നിത്യാനന്ദ. നിത്യാനന്ദ ചുരുക്കി നിതായ് എന്ന് എല്ലാ വൈഷ്ണവന്മാരും വിളിക്കും. നിതായ് എന്ന് പറയും. അന്ന് നമുക്ക് ഗൗരംഗ ചുരുക്കി ഗൗര, നിത്യാനന്ദ ചുരുക്കി നിതായ്. അതാണ് വേറെ ഒരു നിത്യാനന്ദയുടെ പേര്. പിന്നെ നിത്യാനന്ദയുടെ ಇನ್ನೊരു പേര് അവധൂത എന്ന് പറയും. സോ ഇതുപോലെ നിത്യാനന്ദയുടെ കുറെ പേരുകളൊക്കെ ഉണ്ട്. മഹാപ്രഭുവിനെ കൂടി നിത്യായര പ്രാണധന എന്ന് പറയും. നിത്യാനന്ദ പ്രഭുയുടെ ജീവൻ എന്നാണ് മഹാപ്രഭുയുടെ ഒരു പേര്. ഓക്കെ, സോ നമുക്ക് ഇവിടെ താവൂജി എന്നും വിളിക്കും നിത്യാനന്ദ. താവൂജി ബലറാമന്റെ പേര്. ബലരാമൻ. മാതാജി ഒരു കാര്യം,